ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശിവഗിരിശിഖരാത്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാവവിദ്ധം സപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. അൻപത്തൊന്നെഴുത്താകും ഗൃഹത്തിങ്കലിമ്പമൂടെ വസിക്കും മഹേശ്വരി, തുമ്പമെല്ലാം അകറ്റിത്തരുന്നോരൻ തമ്പുരാട്ടി സരസ്വതി പാഹിമാം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിലും ശ്രീ ശാരദാംബികായുടെ പാദകമലങ്ങളിലും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിൽജി, അഡ്മിൻ പാനലംഗങ്ങൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന മഹത് വ്യക്തികൾ, പഠിതാക്കളായ ആത്മമിത്രങ്ങൾ, കുഞ്ഞുമക്കൾ, ഏവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നടന്നു വരുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം കർക്കിടകം 1 തുടക്കം കുറിച്ച് കന്നി 5 പരിസമാപ്തി കുറിക്കുന്ന 68 ദിവസം നീളുന്ന മഹായജ്ഞാചരണം ഇന്ന് 24 ദിവസം. ഈ മഹായജ്ഞാചരണത്തിൽ എനിക്ക് ആത്മോപദേശ ശതകം മന്ത്രം 24 വിശകലനമാണ് പൂജാസമർപ്പണമായി ലഭിച്ചിരിക്കുന്നത്. ഇതിന് ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. ഇതിനെ അവസരം ഒരുക്കിത്തന്ന ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ അഡ്മിൻ പാനലംഗങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ആത്മോപദേശ ശതകം എന്നത് ആത്മാവിനെക്കുറിച്ച് ഉപദേശിക്കുന്ന 100 പദ്യം എന്നും ആത്മാവിനോട് നൽകുന്ന ഉപദേശമെന്നും അർത്ഥം പറയാം. ആത്മസ്വരൂപം, സാധനാമാർഗങ്ങൾ, അനുഭൂതി ദശകൾ, വേദാന്തത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ, മതമീമാംസയും സാമൂഹിക തത്വചിന്തയും, ഉപാസന, കർമ്മം, ഭക്തി ഇവയെല്ലാം ഈ കൃതിയിലൂടെ ദർശിക്കാൻ കഴിയുന്നു. പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉതകുന്ന ചിന്തകളാണ് ഇതിലെ ഉള്ളടക്കം. ഗുരുദേവൻ ആത്മജ്ഞാനം നേടി അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന കാലത്ത് 1897 ഈ കൃതി രചിച്ചു എന്ന് കരുതപ്പെടുന്നു. ആത്മോപദേശ ശതകത്തെക്കുറിച്ച് പ്രൊഫസർ സുകുമാർ ആഴിക്കോട് മലയാളത്തിൻ്റെ ഭഗവത്ഗീത എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ സർവകലാശാലകൾ ആത്മോപദേശ ശതകം ഉൾപ്പെടെയുള്ള ഗുരുദേവ കൃതികൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവേഷണങ്ങൾ നടത്തി വരുന്നു. നടരാജഗുരുവിന് ഡോക്ടറേറ്റ് ലഭിച്ചത് ആത്മോപദേശ ശതകത്തെ അടിസ്ഥാനമാക്കി എഴുതിയ പ്രബന്ധത്തിനാണ്. ഈ കൃതി നിത്യവും വായിച്ച് മനനം ചെയ്യുന്നവർ ഉറപ്പുറ്റ അദ്വൈതികളായി തീർന്ന് ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തിക്ക് അർഹരായി തീരുന്നതാണ്. ഇരുപത്തിനാലാമത്തെ ശ്ലോകം. ഓം അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനീലാദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. അവൻ, ഇവൻ, ഞാൻ, നീ, അത്, ഇത് എന്നൊക്കെ കരുതി പോരുന്നതെല്ലാം ശരിയായി ചിന്തിച്ചു നോക്കിയാൽ ഒരേയൊരു ആത്മസത്യത്തിൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണെന്ന് ബോധ്യമാകും. അതിനാൽ ഓരോരുത്തരും സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്കും കൂടി സുഖം വരുത്തുന്നതായിരിക്കണം. ഞാൻ വേറെ, നീ വേറെ എന്ന വിചാരമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ എല്ലാം ആദിമമായ കാരണം. ഞാനെന്നും നീയെന്നും കരുതുമ്പോഴാണ് നമുക്ക് കോപവും വിദ്വേഷവുമൊക്കെ ഉണ്ടാകുന്നത്. മനപ്പെട്ടുണ്ടാകുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. അജ്ഞാനമാകുന്ന ഇരുട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ, നീ എന്നിങ്ങനെയുള്ള വേർതിരിവുണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയവും നിൻ്റെ പ്രിയവും അവൻ്റെ പ്രിയവും ഉണ്ട്. ആ ഇരുട്ട് മാറി ഞാൻ മാത്രമാണ് എല്ലാമായി നിറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ഞാൻ തന്നെയാണ് എല്ലാമായി നിറഞ്ഞിരിക്കുന്ന ഒരേയൊരു ആത്മസ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഞാനും നീയുമില്ല, എൻ്റെ സുഖവും നിൻ്റെ സുഖവുമില്ല, എല്ലാം ഒന്ന്.
നിരപേക്ഷമായ ഒരു തലമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരൻ ഇല്ല. അതുകൊണ്ട് പരോപകാരവുമില്ല. എല്ലാ കർമ്മവും ആത്മസുഖത്തിനു വേണ്ടി ചെയ്യുന്നത് മാത്രം. എൻ്റെ സുഖവും നിൻ്റെ സുഖവും എന്ന വേർതിരിവിന് അപ്പോൾ പ്രസക്തിയില്ല. എല്ലാവരിലും ഉള്ളത് ഒരേ ഒരു സ്വരൂപം ആണെന്ന് വന്നാൽ പിന്നെ ആത്മസുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ സർവർക്കും സുഖം വരുത്തുന്നത് എന്ന നിലയിൽ ഉള്ളതായിരിക്കും. അത് തന്നെയാണ് അറിവ്. അത് സാധാരണ അറിവല്ല, അറിവിലും ഏറിയ അറിവാണ്. ആ അറിവ് പകർന്നു നൽകുന്ന വിദ്യാഭ്യാസമാണ് ഗുരു നമുക്ക് നൽകിയത്. ഞാൻ അറിവാണ്, ആത്മാവാണ്, സകലതിലും നിറഞ്ഞു നിൽക്കുന്ന പരമമായ സത്യമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവനവനോടുള്ള സ്നേഹം സകലതിനുമോടുള്ള സ്നേഹമായി മാറും. കർമ്മമയമാണ് ജീവിതം. കർമ്മം എങ്ങനെ അനുഷ്ഠിച്ചാൽ ജീവിതം സത്യത്തോടടുത്ത് വിജയിക്കും? വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണ് ഗുരുദേവൻ ഇവിടെ നൽകിയിരിക്കുന്നത്. നിരന്തരം ഭാവാതീതം മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് പരമാത്മാരാധനം എന്ന അനുഭവത്തോടെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കണം. അങ്ങനെ കഴിഞ്ഞാൽ ആത്മസുഖത്തിന് ആചരിക്കുന്ന കർമ്മം ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷത്തിന് കാരണമായി തീരുകയില്ല. ഇവിടെ ആത്മസുഖം എന്നതിനെ ആത്മസാക്ഷാത്കാരം കൊണ്ട് കിട്ടുന്ന സുഖം എന്നും അർത്ഥം പറയാം. ഈശ്വര ഭജനപരങ്ങളായ സാധനകൾ അനുഷ്ഠിക്കുമ്പോഴും മറ്റു ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഒരാൾ ഭാവാദ്വൈത പരിശീലനവും ആരാധന മനോഭാവവും അംഗീകരിക്കേണ്ടതാണ്. ഇതാണ് കർമ്മയോഗം. അത് അരുളിൻ്റെയും അൻപിൻ്റെയും അനുകമ്പയുടെയും ലോകമാണ്. അരുൾ എന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണരുന്ന ഒരു പ്രസാദാത്മക ഭാവമാണ്. ഈശ്വരനിൽ നിന്ന് സ്വാഭാവികമായി വന്നു ചേരുന്ന സ്നേഹമാണത് എന്ന് പറയാം. നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സദാ പ്രസരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതാണ് അൻപ്. നമ്മെപ്പോലെയുള്ള മറ്റൊരാൾ വേദന അനുഭവിക്കുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു സഹാനുഭൂതി ഉറവെടുക്കും. അതാണ് അനുകമ്പ. ആത്യന്തികമായി നോക്കിയാൽ അരുളും അൻപും അനുകമ്പയും എല്ലാം ഒന്നു തന്നെ. അത് എപ്പോഴും ഉള്ളിലുണ്ടായാൽ ജീവിതം പ്രസാദപൂർണമാകും. അതിനായി എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. അരുളുള്ളവനാണ് ജീവി. ഒരു ഉപാസനാ മന്ത്രമായി അത് ഉള്ളിലുണ്ടായാൽ ജീവിതോത്കർഷത്തിനായി മറ്റൊന്നും തേടേണ്ടതില്ല. അരുളുള്ളവനാണ് ജീവി എന്ന മന്ത്രം പറഞ്ഞു തന്ന ഗുരുവിൻ്റെ ചെയ്തികൾ ഓരോന്നും ഓരോ പാഠങ്ങളായിരുന്നു. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനീലാതിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരേണം. ഗ്രൂപ്പിലുള്ള ഏവർക്കും ഗുരുദേവ കൃപാകടാക്ഷം എന്നും എപ്പോഴും ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ ഇതിവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഗുരുധർമ്മം ജയിക്കട്ടെ.